കണ്ട്വാ രൂപത നിലവിൽ വരുന്നത് 1977 വിദ്യാഭ്യാസം വഴി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അതൊരു വലിയ ചലഞ്ചാണ്. കണ്ട്വാ രൂപതയിൽ സഭ 100 വർഷത്തിലധികമായിട്ടുണ്ട്. ഇന്ന് സഭ നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റവും പ്രധാനമായിട്ട് ദൈവവിളിയുടെ കുറവാണ്. എൻ്റെ വിശ്വാസം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ വിളി ഇതല്ല, അല്ലെങ്കിൽ എൻ്റെ വിളി ഇടവൈദികനായിട്ട് ഇവിടെ ജീവിക്കാനല്ല, മറിച്ച് ഇതിലപ്പുറത്ത് എവിടെയോ ആണ്. കാണ്ട്വാ രൂപതയുടെ പുതിയ മെത്രാനായി ബിഷപ്പ് അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ അഭിഷിക്തനായി. ഉത്തർപ്രദേശിലെ ഭോപ്പാൽ അതിരൂപതയിലാണ് കാണ്ട്വാ രൂപത സ്ഥിതി ചെയ്യുന്നത്. കാണ്ട്വാ രൂപതയുടെ മെത്രാനായിരുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ ദുരൈരാജിനെ 2021 ഫ്രാൻസിസ് പാപ്പ ഭോപ്പാൽ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിച്ചതിനെ തുടർന്നാണ് കാണ്ട്വാ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ അഗസ്റ്റിൻ മടത്തിക്കുന്നേലിനെ രൂപതയുടെ ബിഷപ്പായി നിയമിച്ചത്. 1963 ജൂലൈ 9 മാനന്തവാടി രൂപതയിലെ കൂളിവയൽ ഇടവകയിലാണ് ഇദ്ദേഹം ജനിച്ചത്. നാഗ്പൂർ മേജർ സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിന് ശേഷം 1994 ഏപ്രിൽ 18 കാണ്ട്വാ രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ചു. 1994-96 കാലയളവിൽ സിർക്കൂരിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. തുടർന്ന് 1 വർഷം രൂപതാ മെത്രാന്റെ സെക്രട്ടറിയായി സേവനം ചെയ്ത ശേഷം 1997-99 കാലയളവിൽ റോമിലെ അൻഫോൻസിയൻ അക്കാദമിയിൽ നിന്ന് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് 1 വർഷം കൂടി രൂപതാ മെത്രാന്റെ സെക്രട്ടറിയായി സേവനം ചെയ്ത ശേഷം 2000-2010 കാലയളവിൽ സെൻറ്റ് പയസ് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും സെൻറ്റ് പയസ് സെമിനാരിയുടെ ഡയറക്ടറായും സേവനം ചെയ്തു. 2010 മുതൽ 2018 വരെ രൂപതയുടെ ബർസാറും രൂപതാ മെത്രാന്റെ സെക്രട്ടറിയുമായിരുന്നു. 2018-21 കാലയളവിൽ സെൻറ്റ് ആൻ ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുമ്പോഴാണ് രൂപതാ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെടുന്നത്. സൺഡേ ശാലോമിനോട് തൻ്റെ ജീവിതാനുഭവങ്ങളും മിഷൻ കാഴ്ചകളും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതൊരു നിയോഗമാണ്, ദൈവത്തിൻ്റെ ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു നിയോഗം. മിഷനിലായിട്ട് ഏതാണ്ട് 30 വർഷമായി. ഈ 30 വർഷക്കാലം ദൈവത്തിൻ്റെ വിളിക്ക് അനുസൃതമായിട്ട് അതുമായിട്ട് യോജിച്ചുകൊണ്ട് ദൈവകൃപയാൽ ദൈവത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷം വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്തു. കുറച്ചു കാലം സെമിനാരിയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു. കുറച്ചു കാലം രൂപതയിലെ പള്ളികളിൽ സേവനം ചെയ്തു. ഈ അവസരങ്ങളെല്ലാം എനിക്ക് വന്നിട്ടുള്ളൊരു വിശ്വാസം ഇതാണ്: എൻ്റെ വിളി ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്, ദൈവം വിളിച്ചതാണ് ഒരു പ്രത്യേക നിയോഗത്തിനായിട്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസൃതമായിട്ട് അത് മനസ്സിലാക്കി അതുമായി യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു വിളി. ഈ വിളിയിൽ നിന്ന് പോകണമെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ദൈവകൃപയാണ്. അതിനു വേണ്ടത് ദൈവമായിട്ട് എന്നും പ്രാർത്ഥനയിൽ സംയോജിക്കുക, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള വരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയതാണ്. അപ്പോൾ ഈ ദൈവവിളി എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. ദൈവം കർത്താവ് പറയുന്നുണ്ട്, നീയല്ല, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് പിന്നെ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ, നീ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു. അപ്പം വിളി വരുന്നത് ദൈവത്തിൽ നിന്നാണ്.
അത് ദൈവകൃപയാണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. കാണ്ഡുവ രൂപത എന്ന് പറയുന്നത് 4 സിവിൽ ഡിസ്ട്രിക്റ്റ് കൂടിയ ഒരു പ്രദേശമാണ്. മധ്യപ്രദേശിൻ്റെ ഭാഗമാണ്. ഈ കാണ്ഡുവ രൂപതയിൽ അധികമായിട്ട് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബൽസ്പ്പെട്ട ആൾക്കാരാണ്. അവരിലധികവും പാവപ്പെട്ടവരാണ്. അനുദിന ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ടൗൺ പ്രദേശങ്ങൾ വളരെ കുറവാണ്. കാണ്ഡുവ രൂപതയുടെ മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ സർവീസാണ്. അധികവും വിദ്യാഭ്യാസ രംഗത്തും ഹോസ്റ്റലുകൾ വഴിയായിട്ട് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ സംവിധാനങ്ങളും കാണ്ഡുവ രൂപത ചെയ്തിട്ടുണ്ട്. എല്ലാ വില്ലേജുകളിലും 5ാം ക്ലാസ് വരെയുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നൽകുന്നതിന് കാണ്ഡുവ രൂപത സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഹോസ്റ്റലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതലായി ജനങ്ങൾക്ക് ആവശ്യം അവിടെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം വഴി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അതൊരു വലിയ ചലഞ്ചാണ്. കാരണം ഈ പ്രവർത്തനങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. താഴ്ന്ന ജാതിക്കാർ മുകളിലേക്ക് വരികയും മുഖ്യമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് അധികം ആൾക്കാരും താല്പര്യപ്പെടാത്തൊരു കാര്യമാണിത്. എങ്കിലും ഇതൊരു മുഖ്യമായിട്ടൊരു സോഷ്യൽ സർവീസ് എന്ന നിലയിൽ ഇപ്പോഴും കാണ്ഡുവ രൂപത തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നീട് വില്ലേജുകളുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഉദ്യമത്തിനായിട്ട് പല പല പ്രവൃത്തികളും നമ്മൾ നടത്തുന്നുണ്ട്. ഉദ്ദേശം ഇതാണ്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ സമത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല ജീവിതം അവർ കൈവരിക്കുന്നതിന് അവരെ സഹായിക്കുക എന്നതാണ്. കാണ്ഡുവ രൂപതയിൽ എൻ്റെ പുരോഹിത പട്ടം 94-ലായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു പള്ളിയിൽ 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം പലവിധ മേഖലകളിലും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ അവസരങ്ങളിലെല്ലാം ഒരു കാര്യം എനിക്ക് വ്യക്തമായി. കാണ്ഡുവ രൂപതയിലെ സഭ 100 വർഷത്തിലധികമായിട്ടുണ്ട്. അവിടെ ആദ്യം 1884 മുതൽ വിദേശി അച്ഛന്മാരും സിസ്റ്റേഴ്സും ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1932 SVD ഡിവൈൻ വേർഡ് സൊസൈറ്റിക്ക് അഡ്മിഷൻ ഏരിയ കൈമാറി. അതുമുതൽ കാണ്ഡുവ രൂപതയുടെ ഇൻഡോർ രൂപതയുടെ അധിക ഭാഗങ്ങളിലും അവരാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. കാണ്ഡുവ രൂപത നിലവിൽ വരുന്നത് 1977-ലാണ്. സഭയെപ്പറ്റി പറയുമ്പോൾ സഭ ഇന്നും അതിൻ്റെ ശൈശവാവസ്ഥയിലാണെന്ന് പറയാൻ പറ്റും. എങ്കിലും വിശ്വാസത്തിൽ ആഴമുള്ളവരാണ് അവിടെയുള്ള ജനങ്ങൾ. ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ വിലമതിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും അവരുടെ വിശ്വാസം വരുന്ന തലമുറയിലേക്ക് അവർ കൈമാറ്റം ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികളും യുവാക്കന്മാരും അവരുടെ വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ അവർക്ക് ധൈര്യവുമുണ്ട്. അതുകൊണ്ട് സഭ ഇന്ന് അവിടെ നല്ലൊരവസ്ഥയിലാണ്. വിവിധ തരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങളുണ്ടാകാം. എങ്കിലും സഭ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവർ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നുമുണ്ട്. ഇന്ന് സഭ നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റവും പ്രധാനമായിട്ട് ദൈവവിളിയുടെ കുറവാണ്. കാണ്ഡുവ രൂപതയ്ക്ക് വൈദികരെ കുറവാണ്. മിഷനിലേക്ക് പൊതുവായൊരിതാണ് ദൈവവിളി വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇപ്പം. അതുകൊണ്ട് സഭയുടെ
നിലനിൽപ്പിനും മുന്നോട്ടുള്ള പോക്കിനും ഏറ്റവും അധികം ആവശ്യമുള്ളത് ദൈവം സഭയുടെ വളർച്ചയ്ക്ക് പോലും വേണ്ടത് ദൈവവിളികളുടെ വർധനവാണ്. ദൈവവിളി കാരണം ഞങ്ങൾക്ക് വളരെ പരിമിതരായ അച്ഛന്മാരേ ഉള്ളൂ. അധികം സ്ഥാപനങ്ങളുണ്ട്, പള്ളികളുണ്ട്, സ്കൂളുകളുണ്ട്, സോഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് വൈദികരെയാണ്, അല്ലെങ്കിൽ അൽമായ നേതൃത്വത്തിൽ അത് ചെയ്യാൻ കഴിവുള്ളവരെയാണ്. നമ്മുടെ അൽമായർ ആ നിലയിലേക്ക് വളർന്നിട്ടില്ല. ഇപ്പോഴ് പലരും സഭയെ വളർത്തിക്കൊണ്ടുവരുവാനും സഭയെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് പുതിയ കാര്യങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് പുരോഹിതരായ ആകുവാൻ വേണ്ടിയിട്ട് ദൈവവിളി കിട്ടുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, പൊതുവെ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥകൾ മാറി കുടുംബജീവിതം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവവിളി എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന് ചിന്തിക്കേണ്ടത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഏറ്റവും അധികം ആവശ്യമായിട്ട് ദൈവവിളി പരിപോഷിപ്പിക്കണമെന്ന് വെച്ചാൽ മാതാപിതാക്കന്മാർ അവരുടെ കർത്തവ്യം തിരിച്ചറിയുക. കുടുംബത്തിൽ സമാധാനപരമായ പ്രാർത്ഥനാപരമായ ഒരു ജീവിതം വേണം. ഇന്ന് അധികവും ആൾക്കാരും പ്രാർത്ഥന ഒരു കർമ്മമായി മാറിയിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ ഒന്നിച്ചു നിർത്തുന്നതിന്, കുടുംബജീവിതം പരിപോഷിപ്പിക്കുന്നതിന്, കുടുംബത്തിലെല്ലാവരും ഒന്നുചേരുന്നതിന് ഈ കുടുംബ പ്രാർത്ഥന വളരെ മഹത്തായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്ന്, ഈ കുടുംബ പ്രാർത്ഥന വളർത്തിക്കൊണ്ടുവരിക. കുഞ്ഞു മക്കളിൽ ദൈവത്തെക്കുറിച്ച് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിശ്വാസത്തിൻ്റെ മഹത്വം കുടുംബങ്ങളിലൂടെ തന്നെ കൈമാറുക. മാതാപിതാക്കന്മാർ അവരുടെ കൊച്ചു കൊച്ചു സന്ദേശങ്ങളിലൂടെയും ഷെയറിങ്ങുകളിലൂടെയും എല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ വിശ്വാസം എന്താണെന്ന്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽക്കാരോട് പറയുന്നത്, നിങ്ങൾ നേരിട്ട് കണ്ട നിങ്ങളുടെ അനുഭവം, ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നടന്ന അത്ഭുത പ്രവൃത്തികളെല്ലാം ദൈവം അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ചെയ്തത്. ഈ അനുഭവം, ഈ വിവരങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറണമെന്ന് മോശ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് മാതാപിതാക്കളുടെ കടമയാണ്. 2, മാതാപിതാക്കന്മാർ അവരുടെ ജീവിതവും അതിന് ഉതകുന്ന രീതിയിലാക്കണം. കുടുംബത്തിൽ ഒരു നല്ല സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. സോ അങ്ങനെ വരികയാണെങ്കിൽ ദൈവവിളികൾ തീർച്ചയായും വർദ്ധിക്കും. പിന്നീട് വേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിനകത്ത് നമ്മുടേതായ കാറ്റഗറ്റിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് പള്ളികളെല്ലാം. അവിടെയും ഈ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം തന്നെ നമ്മുടെ മിഷണറിമാരുടെയും അവരുടെ ജീവിതത്തെ കഥകളും തന്നെ വിശുദ്ധരുടെ കഥകളും എല്ലാം തന്നെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെന്തിനാണ് അവരുടെ ജീവിതം സമർപ്പിച്ചതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവിളി വളരും. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. നമ്മുടെ വിശ്വാസം കൂടുതൽ മഹത്വപ്പെടും, കുറച്ചുകൂടി ഉറച്ചതാകും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക്, നമ്മുടെ വരും തലമുറയ്ക്ക് മനസ്സിലാകും, എൻ്റെ വിശ്വാസം എനിക്ക് വളരെ ഈ വിശ്വാസം നിലനിർത്തേണ്ടത് എൻ്റെയും കൂടെ കടമയാണ്. എനിക്കൊരു വിളിയുണ്ട്. ആ വിളി ഇതാണ്, ദൈവത്തിൻ്റെ സാക്ഷിയാകുക. അനന്തര ജീവിതത്തിൽ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ സമർപ്പിത ജീവിതമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും എനിക്കൊരു കടമയുണ്ട്. അത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്. വിശ്വാസം വഴി ഞാൻ പ്രേക്ഷിതനാണ്, മാമോദിസ വഴി ഞാൻ പ്രേക്ഷിതനാണ്. ആ പ്രേക്ഷിത വൃത്തി നടത്തിക്കൊണ്ട് പോകേണ്ട എൻ്റെയും ഒരു കടമയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവിളി നമ്മുടെ സമൂഹത്തിൽ വളരും, കുടുംബങ്ങളിൽ വളരും, സഭയുടെ വളർച്ചയ്ക്ക് ഇത് കാരണമാകുകയും ചെയ്യും. പലരും ചോദിക്കുന്ന ചോദ്യമാണിത്, എന്തുകൊണ്ടാണ് ഇടവക വൈദികനാകാതെ മിഷണറി വൈദികനായിട്ട് മാറിയതെന്ന്.
ഞാൻ എൻ്റെ ഈ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മാനന്തവാടി രൂപതയ്ക്ക് ചേരാനായിട്ട് ക്യാമ്പിൽ പങ്കെടുത്തവനാണ്. പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് ദൈവനിയോഗം എന്നാണ്. അത് കഴിഞ്ഞിട്ട് കണ്ടുവാ രൂപതയുടെ പിതാവ് പാലായിൽ വെച്ച് എന്നെ കാണുകയും കണ്ടുവാ രൂപതയ്ക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അത് ഒരു മിഷൻ രൂപതയിലേക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് പോസിറ്റീവായിട്ട് ഉത്തരം നൽകിയത്. ദൈവവിളി എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എൻ്റെ അല്ല, മറിച്ച് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന്. പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എബ്രഹാമിൻ്റെ വിളിയുണ്ട്. എബ്രഹാമിനെ ദൈവം വിളിച്ചു, ഒരു നിയോഗത്തോടെ പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയെല്ലാം വിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് പോവുക. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നില്ല. ഇബ്രാഹിം ഒരു സാധാരണഗതിയിൽ അത് ചിലപ്പോൾ മറുപടി പറയുമായിരുന്നു, എനിക്കറിയില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്ന്. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവർ കൊടുത്ത മറുപടി ദൈവം പറഞ്ഞതുപോലെ യാത്ര ചെയ്യുകയാണ്. മോറിയ മല വരെയുള്ള യാത്ര. അത് കഴിഞ്ഞ് സ്വന്തം മകനെ സാക്രിഫൈസ് ചെയ്യാനുള്ള ആ ഡിമാൻഡ് ദൈവത്തിൽ നിന്ന് വരുമ്പോൾ അതുപോലും ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടേതായ എണ്ണം തീരുമാനിച്ചുറപ്പിച്ച് പോകുന്നതല്ല, മറിച്ച് അതൊരു ദാനമാണ്, ഒരു തിരിച്ചറിവാണ്. എൻ്റെ വിളി ഇതല്ല, അല്ലെങ്കിൽ എൻ്റെ വിളി ഇടവൈദികനായിട്ട് ഇവിടെ ജീവിക്കാനല്ല, മറിച്ച് ഇതിലപ്പുറത്ത് എവിടെയോ ആണ്. ദൈവത്തിൻ്റെ ആ വിളിയോട് യെസ് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകിക്കൊണ്ട് ആ യാത്രയിൽ ദൈവം കാണിച്ചു തരുന്ന വഴിയുള്ള യാത്ര. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നതും ദൈവം ആഗ്രഹിക്കുന്നിടത്താണ്. നിയോഗം എന്താണ്? ഇന്നിപ്പോൾ ഞാൻ കണ്ടുവാ രൂപതയിൽ മിത്രാൻ്റെ പദവിയിലേക്കുള്ള നിയുക്തി വന്നു കഴിഞ്ഞു. ഇത് പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടോ ഗുണം കൊണ്ടോ അല്ല, മറിച്ച് ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച്, തൻ്റെ സ്നേഹത്തിൽ തൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്ക് കാണിച്ചിരുന്ന വഴിയിലൂടെ നടക്കാനുള്ള ക്ഷണമാണ്. അതുകൊണ്ട് ദൈവവിളി എന്ന് പറയുന്നത് രൂപതാ വൈദികനാകാതെ ഇപ്പം മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ എൻ്റെ തീരുമാനമല്ല, മറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്ന വഴിയിലുള്ള യാത്രയിൽ ദൈവം തന്നെ എന്നോട് പറഞ്ഞ നിയോഗമായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഇതാണ്, ഒരു വിളി വൈദികനായിട്ട് രൂപതാഭരണം നടത്താനാണോ അതോ വൈദികനായിട്ട് മിഷനിൽ വർക്ക് ചെയ്യാനാണോ, ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ദൈവം നേരത്തെ തീരുമാനിച്ച് തൻ്റെ പദ്ധതി അനുസരിച്ച് ആ വ്യക്തിയെ നയിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ നിയോഗം ഇതാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിളി, നമ്മുടെ ഉത്തരവാദിത്വം ഇതാണെങ്കിൽ നാം ദൈവത്തിൻ്റെ ആ നിയോഗം തിരിച്ചറിഞ്ഞ് ആ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് നമ്മുടെ ജീവിതം പ്രത്യുത്തരമായിട്ട് സമർപ്പിക്കുകയാണ് വേണ്ടത്.